മറ്റൊന്ന് പ്രിഫറൻസ് ഷെയർസ്. ഈ പ്രിഫറൻസ് ഷെയർസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രിഫറൻസ് ഷെയർസ് റെഡീമബിൾ ആണ്. അത് കമ്പനിക്ക് പ്രിഫറൻസ് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ കമ്പനിക്ക് ക്യാഷ് കിട്ടും. എന്നിട്ട് കുറച്ചാൾ കഴിയുമ്പോൾ കമ്പനി ആ ക്യാഷ് തിരിച്ചു കൊടുക്കണം ഷെയർ ഹോൾഡേഴ്സിന്. അതിനാണ് റിഡംഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ റിഡീം ചെയ്യുന്നതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്. കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ റിഡംഷൻ നടത്താൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് റിഡീം ചെയ്യാനുള്ളത് പ്രിഫറൻസ് ഷെയർസ് 3 lakhs ആണ്. ടു റിഡീം ഇത് വർക്കിംഗ് നോട്ടാണ്. ടു റിഡീം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ 3 lakhs. ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, ടു റിഡീം പ്രിഫറൻസ് ഷെയർസ് അറ്റ് എ പ്രീമിയം ഓഫ് 10%. ഇപ്പോൾ 3 lakhന്റെ 10% എക്സ്ട്രാ കൊടുക്കണം. അതിനെ പ്രീമിയം ഓൺ റിഡംഷൻ എന്ന് പറയും. 30,000. അപ്പോൾ 3 lakhs കൊടുക്കണം, 30,000 കൊടുക്കണം. അപ്പോൾ മൊത്തം എക്സ്ട്രാ കൊടുക്കണം. 30,000 വെച്ചാൽ 3 ലക്ഷത്തിന്റെ 10%. അപ്പോൾ മൊത്തം 330 കൊടുക്കണം. ഇപ്പൊ കമ്പനിക്ക് ഇപ്പൊ ഫണ്ട് ഉള്ളത് ജനറൽ റിസർവില് 2 ലക്ഷം രൂപ ഉണ്ട്, സർപ്ലസിൽ 1.25 ഉണ്ട്, സെക്യൂരിറ്റീസ് പ്രീമിയം ഉള്ളത് 50,000 രൂപ. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യുന്നുണ്ട് ഈ സെക്യൂരിറ്റി പ്രീമിയം ഇല്ലേ, ഇതിൽ നിന്ന് 30,000 രൂപ പ്രീമിയം റിഡംഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പൊ ഈ എൻട്രി ആരോ മാർക്ക് ഇട്ട വെക്കണ പോലെ തന്നെ വരുള്ളൂ. സെക്യൂരിറ്റീസ് പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ 30,000 രൂപ. ഇതിൽ 50 ഉണ്ട്, 50 നമുക്ക് ആവശ്യമില്ല, 30 ആവശ്യമുള്ളൂ. അപ്പൊ അത് ഈ വർക്ക് നോട്ട്സ് ഇങ്ങനെ എഴുതി വെച്ചു, ഈ ആരോ മാർക്കൊക്കെ ഇങ്ങനെ ഇട്ടോ. പിന്നെ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് എൻട്രി ഇതിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഷെയർ പ്രീമിയം അക്കൗണ്ട് ഡെറ്റർ ടു പ്രീമിയം ഓൺ റിഡംഷൻ 30,000 ഫസ്റ്റ് എൻട്രി എഴുതി. ഇത് എൻട്രീസ് ആണ് കേട്ടോ, ആൻസർ ആണ്. Securities premium to premium on redemption. $30,000. Narration. Amount transferred from
from share premium account debtor, share premium account debtor to premium on redemption account. Account debtor to premium on redemption account. premium. Redemption debtor. ഇവിടെ എൻട്രി ഇതിനകത്തുണ്ട്, സ്ക്രീനിൽ പോയി. പ്രീമിയം ഓൺ റിഡംഷൻ അക്കൗണ്ട്. ഇനി ഇതിന്റെ ഈ 30,000 കാര്യം ഓക്കെ. ഇനി ഒരു 3 lakhs ഉണ്ടേ ഷെയർ ക്യാപിറ്റൽ. അതിനുവേണ്ടി നമ്മൾ ജനറൽ റിസർവ് ചെയ്യുന്ന ഒരു 2 ലക്ഷം, പിന്നെ സർപ്ലസ് ചെയ്യുന്ന ഒരു 1 ലക്ഷം എടുക്കും. 1.25 ഉണ്ട്, പക്ഷെ 1 മതി. ഇതിൽ നിന്ന് ഫണ്ട് എടുക്കുകയാണെങ്കിൽ നമ്മള് അത് CRR എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. CRR എന്ന് വെച്ചാൽ ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് ആണ്. കണ്ടീഷൻ അനുസരിച്ച് ചെയ്യുന്നു. അപ്പോൾ ഇതിൽ നിന്ന് ഫണ്ട് എടുക്കുമ്പോൾ അടുത്ത എൻട്രി ഇത് ജനറൽ റിസർവ് അക്കൗണ്ട് ഡെറ്റർ 2 lakhs, സർപ്ലസ് അക്കൗണ്ട് ഡെറ്റർ 1 lakh to CRR 3 lakhs. CRRന്റെ ഫുൾ ഫോം എന്തായിരുന്നു? ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അക്കൗണ്ട്. redemption. Okay. CRR. ഇപ്പൊ ക്യാഷ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇവിടുന്ന് സെക്യൂരിറ്റീസ് പ്രീമിയത്തിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് ഇത് ഇവിടുന്ന് CRRലേക്ക് ട്രാൻസ്ഫർ. അപ്പൊ കണ്ടീഷൻസ് എല്ലാം ഓക്കെ ആണ്. ഇനി റിഡംഷൻ ഡ്യൂ ആവുന്ന എൻട്രി എഴുതാം. മറ്റേ നറേഷൻ എഴുതാം. അത് എമൗണ്ട് ട്രാൻസ്ഫേർഡ് ഫ്രം general reserve and surplus account to CRR account. Amount transferred from general reserve and surplus account to CRR. അടുത്തത് അടുത്ത എൻട്രി ഇത് പ്രിഫറൻഷ്യൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ 3 ലക്ഷം, പ്രീമിയം റിഡംഷൻ അക്കൗണ്ട് ഡെറ്റർ 30,000 ടു പ്രിഫറൻഷ്യൽ ഹോൾഡേഴ്സ്. അത് കാശ് കൊടുക്കാനുള്ള എൻട്രി. പ്രിഫറൻഷ്യൽ ക്യാപിറ്റൽ 3 lakhs, premium on redemption account debtor
30,000 to preference shareholders, 3,30,000. Narration, redemption due. To preference shareholders. അടുത്ത് preference shareholders to bank, 3,30,000. Narration, redemption made. ഇന്ന് ശരിക്കും ചെയ്ത് പഠിക്കട്ടോ ഈ ചാപ്റ്റർ. ഇനി ഞങ്ങള് പഠിക്കട്ടോ എല്ലാ എൻട്രിയും. എല്ലാ ചാപ്റ്ററും ഏകദേശം ഇതുപോലെ ഇരിക്കും, ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ബൈബാക്ക്, ബോണസ് ഷെയർ എന്നൊക്കെ പറയുന്നത് ചെറിയ വ്യത്യാസം വരും. ഒരു ചാപ്റ്റർ മനസ്സിലായില്ലെങ്കിൽ മറ്റേ എല്ലാം കൂടി കൂടി കുഴഞ്ഞ് ആയുധം ചെയ്ത് പഠിക്കും. ഇത്ര മതി. ഓക്കെ.